പാപത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കണം, ന്യായപ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യം പ്രാപിക്കണം. നമ്മുടെ അകത്ത് ഒരു വിശുദ്ധി വ്യാപരിക്കണമെങ്കിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കണം. പക്ഷെ നമ്മൾ ജഡത്തിലായിരിക്കുന്ന കാലത്തൊക്കെയും പാപം നമ്മളിലുണ്ട്. പിന്നെന്താ വഴി? പാപം സംബന്ധിച്ച് മരിക്കാൻ പറ്റും. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വചന വെളിപ്പാടിലൂടെയാണ്. അതേ വചനം പറയുന്നു, നമ്മൾ യേശുവിനോടുകൂടെ മരിച്ചു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. ഇനി ന്യായപ്രമാണം സംബന്ധിച്ച് നാം മരിക്കണം. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ നീതി മനുഷ്യർ കാണേണ്ടതിന്. ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മുമ്പേ നമ്മളിൽ മരണം കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായാൽ, ദൈവത്തിന് ദാസന്മാരായാൽ മനുഷ്യർ കാണും, നാട്ടുകാർ കാണും ദൈവത്തിന്റെ നീതി എന്താണെന്ന്, ദൈവത്തിന്റെ വിശുദ്ധി എന്താണെന്ന്. കാൽവരി ക്രൂശിൽ കർത്താവ് ഇത് രണ്ടും നമുക്ക് നേടിത്തന്നു.